സൃഷ്ടിക്ക് മുൻപ് പ്രപഞ്ചം നിശബ്ദതയുടെ അനന്തമായ ശൂന്യതയായിരുന്നു. കാലം പോലും ഉണരാത്ത ഒരിടം. പരമാത്മാവ് ഏകനായി തന്റെ സ്നേഹം ഒരു രൂപമായി പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആദിമമായ ഒരു ശ്വാസം ഉണർന്നു. വായു. ആ വായുവിൽ നിന്ന് രൂപമില്ലാത്ത ശ്രുതിമധുരമായ ഒരു നാദം, അതായത് ഖുരം, അന്തരീക്ഷത്തിൽ നിറഞ്ഞു. അതായിരുന്നു പ്രപഞ്ചത്തിന്റെ ആദ്യത്തെ സ്പന്ദനം. പുണ്യനദിക്കരയിൽ ധ്യാനിച്ചിരുന്ന ഗുഹുരൻ എന്ന മഹർഷി ആ നാദം കേട്ടു. ഇത് കേവലം ശബ്ദമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ ഹൃദയമാണ്. അദ്ദേഹം മൊഴിഞ്ഞു. വർഷങ്ങളോളം അദ്ദേഹം ഖുരം തേടി സഞ്ചരിച്ചു. ഒടുവിൽ നിത്യഹരിത വനങ്ങളുടെ തീരത്ത് ആ നാദം ബാലരൂപത്തിൽ ഒരു രൂപമായി മാറി. കണ്ണിന് കുളിർമയേകുന്ന ഗോപാലൻ. ഗുഹുരൻ ഭക്തിയോടെ തൊഴുതു. വായുദേവൻ ആ രൂപത്തെ മൃദുവായി തഴുകി നിന്നു. മഹർഷി അറിഞ്ഞു, ഈ പുണ്യസ്ഥലമാണ് ഖുരവും വായുവും ഒന്നായി ചേരുന്ന ഇടം, ഗുരുവായൂർ. അന്നു മുതൽ ആ ദിവ്യനാദത്തിന്റെ നിശബ്ദമായ അനുരണനം ആ പുണ്യരൂപത്തിൽ നിറഞ്ഞു. അവിടെ ദർശനം നേടുന്നവർക്ക് യുഗങ്ങൾക്കപ്പുറമുള്ള ശാശ്വതമായ സ്നേഹത്തിന്റെ പ്രതിധ്വനി കേൾക്കാം.